പറഞ്ഞു. ഇന്നലെ രാത്രി നീയും ആ ഡാമും കൂടി വടക്കുവശത്തെ പറമ്പിൽ. ഞാൻ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? നിന്റെ ഈ അഴിഞ്ഞാട്ടമൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല. പ്രായമായ ഒരു പെങ്കൊച്ചെ എനിക്കുമുണ്ട്. എടി നേരെ പറയാൻ. നേരാണ്, ഞങ്ങൾ സംസാരിച്ചു. കുറ്റിക്ക് പാദരാത്രിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി ഒരു ചെറുപ്പക്കാരന്റെ കൂടെ സംസാരിച്ചിരിക്കുന്നു. സംസാരം വേറെ ആർക്കും അറിഞ്ഞുകൂടാത്ത സംസാരം. കുറെ കഴിയുമ്പോ അറിയാവുന്ന സംസാരത്തിന്റെ കോണം. ചീത്തത്തരങ്ങളൊന്നും അറിയാത്ത ഒരു കൊച്ചു പെണ്ണിവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞേനെ. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഒന്നും മറ്റാരെയും കിട്ടിയില്ല. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി വെക്കുന്ന ആസത്തെ. അതങ്ങനെയാ. എവിടെ തല കണ്ടപ്പോഴേ തന്തഴയും തള്ളയും തല തെറിച്ചു. എവിടെ ഇതിനപ്പുറം കേൾപ്പിക്കും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മരുമോളെ മാനം മര്യാദയായിട്ട് നിർത്തിയില്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു പെങ്കൊച്ചുള്ളതിനെ കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. നീലമോളെ നീ വാ. നിനക്കിതൊന്നും കേൾക്കാൻ കൊള്ളത്തില്ല. ഇനി മേലാൽ അവന്റെ കൂടെ നിന്നെ കണ്ടാൽ ചവിട്ടിക്കൊന്ന് നിന്നെ കെട്ടിത്തൂക്കും. ദാമു എന്താ വന്നത്? ലീലയെ പാട്ട് പഠിപ്പിക്കാൻ. ലീലയെ പഠിപ്പിക്കാനോ അതോ സാവിത്രിയെ പഠിപ്പിക്കാനോ? സാവിത്രിയെ പഠിപ്പിച്ചതിന് ഇത്ര ഇരിക്കട്ടെ. പട്ടി സാവിത്രി, നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. ഈ കല്യാണം നടക്കുന്നതാണ് നല്ലത്. നീ വേണ്ടുവോളം ചീത്തപ്പേര് കേൾപ്പിച്ചതല്ലേ. അതുകൊണ്ട് ലീലയ്ക്ക് കിട്ടുന്നത് പോലെ ഒരു നല്ല കല്യാണം ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ വന്ന പയ്യനൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ ജോലിയുള്ളതാ. അതുകൊണ്ട് മുഖം വീർപ്പിക്കലൊന്നും വേണ്ട. ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ലെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ച് ഇറങ്ങിപ്പിക്കും. സാവിത്രി ഭയന്നുപോയി. തറവാട്ടിലെ മുറികളിൽ പെരുമാറി ശീലിച്ച സാവിത്രിക്ക് എന്റെ ഈ വീടും കൊച്ചുമുറിയും ബുദ്ധിമുട്ടാകും. ഇല്ല. പിന്നെന്താ മുഖത്തിനൊരു വാട്ടം? സാവിത്രിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമാണിതെന്ന് എനിക്കറിയാം. ദാമുവിനെ സ്നേഹിച്ചിരുന്നതും അയാൾ ജയിലിലായതുമെല്ലാം എനിക്കറിയാം. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ആ വലിയ തറവാട്ടിൽ സാവിത്രി ശ്വാസം മുട്ടി ജീവിക്കുകയായിരുന്നു, അല്ലേ? കഴിഞ്ഞതെല്ലാം ഒരു ക്ഷണം കൊണ്ട് മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒരു പാവപ്പെട്ട തൊഴിലാളിയാണ്. ഞാൻ സാവിത്രിയെ സ്നേഹിക്കും. എന്റെ ജീവനേക്കാളും മരിക്കും വരെ. കഴിയുമെങ്കിൽ സാവിത്രി എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കൂ. കഴിയുമ്പോഴെങ്കിലും. സാവിത്രി, ഇരിക്കും. സാവിത്രിക്ക് ഇഷ്ടപ്പെട്ടു.
സാരമില്ല. സാവിത്രിയുടെ മനസ്സ് ഞാൻ കാണുന്നുണ്ട്. ഈ സ്നേഹം ഞാൻ അർഹിക്കുന്നില്ല. എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നിട്ടും ഞാൻ എങ്ങനെ സാവിത്രിയെ സ്നേഹിക്കുന്നു എന്നല്ലേ, അറിഞ്ഞിടത്തോളം കൂടുതൽ സ്നേഹിക്കാനേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സാവിത്രി, എന്തോ ഇനി ഒരിക്കലും ഈ കണ്ണുകൾ കലങ്ങി കാണരുത്. മമ്മി, മമ്മി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നേരം കുറെ വല്ലതും കഴിക്കണ്ടേ? വേണ്ട, നീ പോയി കഴിച്ചോളൂ. പാഹയൻ കൊള്ളി ചോദിച്ചപ്പോ നമ്മൾ വിചാരിച്ച് ബീഡി വലിക്കാനാണ്. മീൻ ചുട്ട് തിന്നാനാണല്ലേ? ചുട് ചുട്. അല്ല, ഇതാരും മതാമേ, ഇതെന്താണ് പതിവില്ലാണ്ട് ഈ വഴി? ഞായറാഴ്ചയല്ലേ, പള്ളി പോയിട്ട് വരിക. ഒരു ചായ ഒഴിക്കട്ടെ? വേണ്ട. ആഹാ, പുറഞ്ചു എന്തെടുക്കുക? പാഹയൻ മീൻ ചുട്ട് തിന്നെയാണ്, കറി വെച്ച് തിന്നൂല. മാർഗത്തിനെയാണെന്ന് കാണാതിരുന്നതാ. നിന്റെ മോൻ എന്റെ മോളുടെ പിന്നാലെ നടക്കുന്നത് ആട്ടക്കാല ചട്ടപ്രകാരം ന്യായമല്ല. അവന് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും. അതിലെന്താ ന്യായക്കേട്? സ്നേഹം കൂടി നടക്കുന്നതിൽ ന്യായക്കേടില്ലെന്ന് വെച്ചോ. അവളെ കെട്ടൂന്ന് പറയുന്നത്? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കെട്ടിക്കോട്ടെ. കെട്ടിക്കോട്ടെന്നോ? കെട്ടിക്കോട്ടെന്നോ? പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? താൻ മോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് തിന്നാനും കുടിക്കാനും നടക്കല്ലേ? താൻ വേറെ വല്ല പണി നോക്കണം. എടോ, ഇപ്പൊ ചവിട്ട് നാടകമുണ്ടോ? ആട്ടക്കാല ചട്ടത്തിനനുസരിച്ച് പറഞ്ഞുറായി. അവള് നല്ല ചൊണ കുട്ടിയാണ്. ഇയാളുടെ ബേലൊന്നും അവളുടെ അടുത്ത് നടക്കൂല. സുലൈമാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ മൊഞ്ചുള്ള ഒരു പെങ്കൊച്ചിനെ നമ്മൾ കെട്ടിച്ചു കൊടുത്താൻ. എന്ത് ചെയ്യാം, പയം പോയി കളഞ്ഞില്ലേ? ഞാൻ പോകുന്നു പോയാക്ക. ആ സ്റ്റാൻലിയുടെയും ബാബുവിന്റെയും അടി കൊണ്ട് ആരുടെയോ തല പൊട്ടിയെന്ന് ഞാൻ കേട്ടല്ലോ. ഒരു വീണക്കാരന്റെ മുറിവൊക്കെ കരിഞ്ഞോ? നമ്മൾ പഞ്ചാര വെച്ച്. അയാളിവിടെയാണോ താമസം? രാത്രി ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. രാവിലെ പോയി, വന്നു. തോരൻ വല്ലതും വേണോ?